ടെഞ്ചിൽ വെച്ചിട്ടുണ്ട് ഉണ്ടരുത് വല്യമ്മയാണ് അതിന് ഇടക്ക് പോലിടുന്നുണ്ടാ വല്യമ്മയാണ് ക്യാമറമാൻ ഇങ്ങോട്ട് പിടിക്ക് ക്യാമറമാനെ. അത് ഞങ്ങൾ എന്ത് ചെയ്ത് കള്ളനെ പിടിച്ച് അതെന്താ ഞങ്ങൾ ഉറപ്പായി പിടിക്കും. പിടിക്കാതിരിക്കൂല. ഈ വീഡിയോ അങ്ങോട്ട് പിടിച്ച് അല്ല അങ്ങോട്ട് ബാക്കിക്ക് ഇങ്ങനെ പിടിച്ച് എല്ലാരും പണ്ടൊക്കെ എടുത്തുകൊണ്ട് നല്ല സ്പീഡിൽ പോയി. നീ ആ ഭാഗമല്ലടോ. അന്നെ കാണുന്നത് നിങ്ങളല്ല ഇന്റെ മുഖത്തേക്ക്. അപ്പൊ എങ്ങനെ നിങ്ങളല്ലാതെ പുറത്ത് അങ്ങനെ തന്നെ. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ പരിചയപ്പെട്ട ഒരു മുത്തുമണിനെ കണ്ടില്ല, അതുപോലെ ഇന്ന് പുതിയ ഒരാളെ നമുക്ക് പരിചയപ്പെടട്ടാ. വെട്ടൻ കോയ എന്ന് പറയുന്ന തള്ളു കോയ. ഏതായാലും തള്ളു കോയൻ്റെ തള്ളു കുറച്ച് കേട്ടാൽ നമുക്ക് സമയം പോകട്ടാ. ആ സമയം പോണത് അറിയില്ല. അപ്പം നമുക്ക് പരിചയപ്പെടട്ടാ. കോയ വാ. ഇപ്പം ഇതാണ് നമ്മളെ വെട്ടൻ കോയ എന്ന് പറഞ്ഞ തള്ളു കോയട്ടാ. തള്ളു കോയൻ്റെ എന്നും ഞങ്ങൾ കേൾക്കുന്ന വിശേഷങ്ങളാണ് കുറേ തള്ളുകൾ മക്കളെ. അപ്പോൾ ഏതായാലും നിങ്ങൾ കുറച്ചൊന്ന് കേട്ടോ കിട്ടാ. തള്ളു കോയ കുറച്ച് ഇങ്ങോട്ട് കോയ, ഇങ്ങോട്ട് കോയ, എല്ലാവരും കാണട്ടെ കോയ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ്. കുറച്ച് ഓർക്കാനെ പറഞ്ഞാൽ അവർക്കും കൂടി കേൾക്കാൻ പറ്റും. സുഖാണ് അൽഹംദുലില്ലാ. അത് കേട്ടാൽ തന്നെ സന്തോഷം. പിന്നെ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ? പറയണ്ട കഥ. ഞങ്ങളുടെ നാട്ടിലെ കഥ തുടങ്ങി മക്കളെ. അതങ്ങണ്ട് തുടങ്ങിയ പിന്നെ കഥ എന്താ ഞങ്ങളുടെ നാട്ടില് കള്ളം കയറി. അല്ലാ, ഇവരെ നാട്ടിൽ കള്ളം കയറി. ഞങ്ങളുടെ നാട്ടിൽ കള്ളം കയറി. അത് ഞങ്ങൾ എന്ത് ചെയ്ത് കള്ളനെ പിടിച്ച് അതെന്താ ഞങ്ങൾ ഉറപ്പായി പിടിക്കും. പിടിക്കാതിരിക്കൂല. പിടിച്ച് അത് നോക്കണ്ട. ഇജ്ജ് പറഞ്ഞോ അത് നമ്മളതല്ലേ. അത് അവരോടത്ത് വണ്ടിയാണ്. ഇങ്ങോട്ട് നോക്ക്. വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കണമോ നമ്മളെന്താ ചെയ്യുക? അത് അവരെ പെരേക്ക് വിരുന്നേര് വന്നാണ്. ഇതാണ് സംഭവം. തള്ളുപോയതിൻ്റെ തള്ളൊക്കെ പോയി. ആകെ എന്താണ് കള്ളം കയറിയിട്ട് പേടിച്ച് ഞങ്ങൾ പേടിച്ച് ലാസ്റ്റ് ഞങ്ങൾ പേടിച്ച്. പിന്നെന്ത് ചെയ്ത് ബാട്ടാടുത്ത് കണ്ടിട്ട് വെട്ടാൻ പോയി. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്ത് കള്ളം ഓടി. അതിൻ്റെ ഒപ്പം എല്ലാവരും കൂടെ വിളിച്ചു കാണാൻ ഞങ്ങൾ എന്ത് ചെയ്ത് മട്ടലും ഇതൊക്കെ എടുത്തുകാണ്ട് കൊല്ലൊക്കെ എടുത്തുകാണ്ട് മണ്ടി. കള്ളൻ്റെ ഒപ്പം മണ്ടി. കള്ളൻ ലാസ്റ്റ് അവിടെ ഒരു കൊയ്യ് എന്തുണ്ട് കുളമുണ്ട്. ആ കുളത്തില് കുളത്തില് എറ്റ വീകല് വീണിപ്പോ ആളെ കാണില്ല. ഇരുട്ടല്ലേ, രാത്രിയല്ലേ. രാത്രി വീണ്. അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് ക്യാമറ ഒക്കെ വെക്കുക. അവിടെ എന്ത് ആന കുത്തിയാലും അങ്ങോട്ട് നോക്കണ്ടല്ലേ, രാത്രിയല്ലേ. അപ്പൊ എന്തേത് ഞങ്ങളെന്തേത് ടോർച്ചും ഇതൊക്കെ എടുത്തുകാണ്ട് എല്ലാരും കൂടെ വന്ന്. എടാ അപ്പൊ പാവല്ലടാ. പാവോ രക്ഷിക്കലല്ലേ. എന്ത് പാവ, ഒരു പാവില്ല. അത് എന്തറിയോ, ഞങ്ങളെ അയൽവാസിക്ക് ചേച്ചിന്റെ ചെയിന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു, നെക്ലേസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. പൈസ ഇല്ലാഞ്ഞിട്ടാവും. പൈസ ചെയ്യാനിട്ട് അവര് വിശ്വസിക്കാൻ പറ്റില്ല. സമ്മതം എന്ത് അവരും പോയി വിൽക്കുക, അവർക്ക് പൈസ ഉണ്ടാക്കുക. നമ്മ എന്ത് മേടിക്കുക, നമ്മ മേടിച്ചിട്ട് ഇവിടെ എന്ത് പണിത് എന്ത്. അതിന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്തല്ലേ കക്കാൻ വരുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ വരും, കക്കാൻ വരുമോ? അത് പറഞ്ഞിട്ട് പാവങ്ങളല്ലേ കക്കണത്. ഒരു ചെയിനൊക്കെ കൊണ്ടുപോയി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കള്ളനെ പിടിക്കണം. ഞങ്ങൾ പിടിച്ച് ലാസ്റ്റ് കള്ളനെ ഇവിടെ കള്ളം കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളെന്ത് ഇങ്ങോട്ട് മാറിന്നപ്പോ കള്ളൻ എന്ത് ചെയ്ത് എന്തായാലും എല്ലാം നീച്ചങ്ങാണ്ട് കുളത്തിൽ നീച്ചങ്ങാണ്ട് എല്ലാം മണ്ടിനല്ല. അപ്പൊ എന്തൊരു ബൈക്കുമ്പോ കേറിയാല രണ്ടാൾക്കാരുണ്ട് കുളത്തിന്ന് നീച്ചിട്ട്. സംഭവട്ടാ. അപ്പൊ ബൈക്കൊക്കെ ആയിട്ടാണ് കള്ളൻ വന്നിക്കണേ. ബൈക്കൊക്കെ എന്നിട്ട് ചെക്കന്മാർ എന്താണ് വേറെ രണ്ട് കള്ളന്മാരുണ്ട്. അവരെന്ത് ചെയ്ത് വേറെ എന്താ രണ്ടാള് വന്നിക്കണേ. ഒറ്റാള് ഓടിക്കണേ, ഒറ്റാള് പൂരാ ഓട്ടം. ഞങ്ങൾ ലാസ്റ്റ് ഇവര് വണ്ടിയിട്ട് നല്ല ഓടി. ഈ മറ്റേ
ചെയിൻ ഒട്ടിച്ച ആൾക്കാര് ചെയിൻ ഒട്ടിച്ച കള്ളന്മാര് ഓടി രക്ഷപ്പെട്ട് ഒരാള് ഒരുത്തിന് വണ്ടിട്ട് പോയി. അത് കഴിഞ്ഞപ്പം വിറ്റ് കേക്കന പടച്ചോനെ അങ്ങനെ നിങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര തമാശ, നല്ല കോമഡിയാണ്. എന്ത് കോമഡി എന്നിട്ട് പാവ കള്ളന്മാർക്ക് ചെയിന് അവർക്ക് കിട്ടി. ലാസ്റ്റ് എന്ത് ചെയ്ത് അത് ഞങ്ങൾ പിടിച്ചും ചെയ്ത് ചെയിന് മേടിച്ചു ചെയിന് മേടിച്ച് ചെയിനൊക്കെ മേടിച്ച്. നിങ്ങളൊക്കെ ഇവിടെ ഇതൊക്കെ പണ്ടത്തെ കഥ. ആമ്പിള്ളർ പുലിയാത്ത പുലിയാട്ടത്. പിന്നെ പിറ്റേ ദിവസം വന്നപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ വന്നപ്പോ ഉണ്ടല്ലോ 2 ദിവസം കഴിഞ്ഞ കള്ളം വന്നോ? ആ ഇഞ്ഞും വന്നപ്പോ ഉണ്ട് കുറച്ചപ്പുറത്ത് കേലമ്പടി പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വന്നങ്ങാണ്ട് എന്താണ് ചേച്ചിന്റെ എന്താണ് മാലവും ഇതൊക്കെ എടുത്തോണ്ട് അർമളേന്ന് ഇതൊക്കെ എടുത്തുകൊണ്ടേയി എല്ലാം പൊട്ടിച്ചിട്ട് കൊണ്ടേപ്പോ ആ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഇരിക്കുമ്പോ കള്ളനെ ഓടി കഴിച്ചിട്ടാണ് തോടും എന്താണ് ഇതൊക്കെ ചാലൊക്കെ കള്ളന് ഓടുമ്പോ ചെലപ്പോ മറ്റാളെ കണ്ടില്ലാവും. ഒക്കെ എന്താണ് ഓടിപ്പോന്ന്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത് വണ്ടി എടുത്ത് എല്ലാരും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നല്ല സ്പീഡിൽ പോയി. കള്ളന്റെ പേരൊന്നും നിങ്ങൾക്ക് കള്ളന്റെ പേര് എവിടെ കിടക്കണ് എവിടാണ് നിങ്ങളൊന്നും പറയാൻ പറ്റില്ല. പോലീസിനെ ഏൽപ്പിക്കണ്ട പിടിച്ചു കൊടുത്തിട്ട് പിടിച്ച് അവര് പേരന്റെ ഉള്ളിലേക്കല്ലല്ലോ നമ്മള് പോയത്, പുറത്തുനിന്നല്ല നമ്മള് പിടിച്ച്. നമ്മ പുറത്തുനിന്നാണ് പിടിച്ചിക്കണേ. അതുകൊണ്ട് നമുക്ക് ഒരു പേരതൊന്നും അറിയില്ല. അല്ല കള്ളന്റെ പേര് അറിയില്ല. കള്ളന്റെ പേരറിയില്ല. കള്ളന്റെ പേരാ കള്ളനോട് ചോദിച്ചാ പറഞ്ഞില്ലേ അഡ്രസ്സും പേരൊക്കെ. ഹായ്, അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, കല്ല് വെച്ചെന്നാണ് തള്ളാണെന്ന് പറയുന്നുണ്ടെങ്കിലും തള്ളല്ല എന്നാണ് പറയുന്നത് കേട്ടാ. ഇവരെ നാട്ടിൽ കള്ളന്മാർ കയറിയാൽ ഇവര് എന്താട്ടും നിങ്ങൾ എന്താട്ടും കുടിച്ച് പരിപ്പെടുക്കും അല്ലേ? അത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് വെട്ടം നാട്ടിലേക്ക് കള്ളന്മാർക്ക് അലൗട്ടില്ല. എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ പരിപ്പ് എടുത്തിട്ടേ വിടുള്ളൂ അല്ലേ? അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ കഥ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോറി നിർത്താം. നിങ്ങൾ കൂടുതൽ കള്ളന്മാരെ കഥ അതുപോലെ തള്ളുകോയൻ്റെ കേൾക്കണമെങ്കിൽ നമ്മളെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഇതിനൊരു ചാനൽ ഇപ്പോൾ അടുത്ത് തുടങ്ങും കേട്ടോ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിയട്ടെ അല്ലേ? അതിൻ്റെ ഉള്ളിൽ തുടങ്ങും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തുടങ്ങും. 10ാം ക്ലാസ് ഇപ്പോൾ ആൾ 9ാം ക്ലാസ്സിലാട്ടാ. അപ്പോൾ കേട്ടില്ലേ, 9ാം ക്ലാസ്സിലുള്ള ആളാണ് ഇപ്പോൾ ഈ വീരവാദമൊക്കെ മുടക്കിയതില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ചാനൽ തുടങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കേൾക്കാമല്ലേ തള്ളുകഥ? എല്ലാവർക്കും കേൾക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലേ? ലൈക്കും ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു കഥയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.